ജീവൻ തുടിക്കുന്ന ഒട്ടകത്തെ നിർമ്മിച്ച് തൃശൂർ കോടാലി സ്വദേശി നികേഷ് കണ്ണൻ. ഇരുമ്പു കമ്പികളും തെർമോക്കോളും വെൽവെറ്റും ഉപയോഗിച്ച് 8 അടിയോളം ഉയരത്തിലുള്ള ചലിക്കുന്ന ഒട്ടകത്തെയാണ് നികേഷ് കണ്ണൻ നിർമ്മിച്ചത്. പോയ വർഷങ്ങളിലെ പല വലുപ്പത്തിലുള്ള 9ഓളം ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവ കലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണിപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത്. ഒട്ടകത്തിന്റെ രൂപം പലരും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചലിക്കുന്ന ഒട്ടകം പുതുമയാണ്. കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിന്റെ വീട്ടുമുറ്റത്തിപ്പോൾ 3 ആനകൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം. നീണ്ട 1 മാസക്കാലത്തെ അധ്വാനത്തിനൊടുവിലാണ് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒട്ടകത്തെ ഈ യുവപ്രതിഭ രൂപപ്പെടുത്തിയെടുത്തത്. വെറൈറ്റി സംഭവങ്ങൾ, ജിറാഫോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഓരോ ആന, അങ്ങനെയുള്ള ഓരോ ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾക്ക് കൊണ്ടുപോകാനും ഇപ്പോൾ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ചെറുപ്പം മുതലേ ശില്പനിർമ്മാണത്തിലും ചിത്രം വരയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ്. കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള 10 അടി ഉയരമുള്ള കരിവീരനെയാണ് ഈ യുവാവ് സൃഷ്ടിച്ചത്. ഈ കൊമ്പന് ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും. 2 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് 3 മാസം സമയമെടുത്ത് നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത്. നമ്മളിപ്പോൾ ആദ്യം ആനകളെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇപ്പോൾ ആനകളെ ഉണ്ടാക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ നാളായി പറയണേ. അപ്പോൾ ഒരു ഒട്ടകത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ആഗ്രഹിക്കണം. അപ്പോൾ 1 മാസം സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒട്ടകത്തിന് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ഇരുമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് സ്കൾട്ടൻ തയ്യാറാക്കി, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാഹനങ്ങളുടെ വൈപ്പർ മോട്ടറുകൾ ഉപയോഗിച്ച് വായ അടയ്ക്കുന്നത്, ചവയ്ക്കുന്നത്, അതായത് ഒട്ടകം വറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമൊബൈൽ പഠിച്ചതിന്റെ പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ നികേഷിനെ സഹായിച്ചത്. ആനകൾക്ക് പുറമെ ഈ വർഷം വ്യത്യസ്തതയുള്ള നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തിരിക്കുന്നത്. ഒട്ടകത്തിന്റെ നിർമ്മിതിക്കായി 80,000-ഓളം രൂപയാണ് ചിലവഴിച്ചത്. പുറത്ത് 2 പേർക്ക് കയറിയിരിക്കാവുന്ന തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. നികേഷിന്റെ ജീവൻ തുടിക്കുന്ന ആനകളെയും ഒട്ടകത്തെയും കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.